വയനാട് പൂതാടി കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന വേട രാജാവിനെ കുമ്പള ഭരിച്ച ക്ഷത്രിയ രാജാവ് ചതിച്ചു കൊന്ന കഥയാണ് ഇന്ന് പറയുന്നത്. ഇതൊരു കഥയായി കരുതുന്നവർക്ക് അങ്ങനെയാവാം, അല്ല ചരിത്രത്തോട് ചേർത്ത് ചിന്തിക്കുവാൻ കഴിയുമെങ്കിൽ അങ്ങനെയുമാവാം. വേടർ വയനാട് അടക്കി വാണ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പൂതാടിയായിരുന്നു അവരുടെ തലസ്ഥാനം. കാട്ടുനായ്ക്കരും കുറുമരും പിന്നീട് വേടരിൽ നിന്നും പിരിഞ്ഞു പോയവരാണെന്ന് കരുതപ്പെടുന്നു. അങ്ങനെ നൂറ്റാണ്ടുകളായി പൂതാടിയിലെ വെളിക്കുമ്പം കോട്ടയിലിരുന്ന് എല്ലാ പ്രതാപത്തോടും കൂടി വേടരാജാവ് ഭരണം നടത്തി വരവേ അന്ന് കുമ്പള ഭരിച്ചുകൊണ്ടിരുന്ന ക്ഷത്രിയ രാജാവ് യാതൊരു മുന്നറിയിപ്പും കൂടാതെ പൂതാടിക്ക് അടുത്തുള്ള തിരുനെല്ലി ക്ഷേത്രത്തിലെത്തി. കുമ്പള രാജാവിന്റെ പെട്ടെന്നുള്ള വരവിൽ സംശയം തോന്നിയ വേടരാജാവ് കുമ്പള രാജാവിനെ പിടിച്ചുകെട്ടി തന്റെ മുമ്പിൽ എത്തിക്കുവാൻ കൽപ്പിച്ചു. താൻ ക്ഷേത്രത്തിൽ കുളിച്ചു തൊഴാൻ വന്നതാണെന്ന് അറിയിച്ചിട്ടും വേടപ്പട കുമ്പള രാജാവിനെ പിടിച്ചുകെട്ടി വേടരാജാവിന്റെ മുമ്പിലെത്തിച്ചു. യുവകോമളനായ കുമ്പള രാജാവിനെ കണ്ടപ്പോൾ വേടരാജാവിന്റെ കോപം ശമിക്കുകയും തന്റെ മകളെ കല്യാണം കഴിച്ച് ഇവിടെ വസിക്കണമെന്ന് കുമ്പള രാജാവിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ തന്ത്രശാലിയായ കുമ്പള രാജാവ് ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി ആ അഭ്യർത്ഥന സ്വീകരിച്ചു. പക്ഷേ കുമ്പള രാജാവ് വേടരാജാവിന്റെ മുമ്പിൽ ഒരു നിബന്ധന വെച്ചു. തന്റെ വിവാഹം ക്ഷത്രിയ ആചാരപ്രകാരം നടത്തണമെന്നായിരുന്നു നിബന്ധന. വേടരാജാവ് അത് അംഗീകരിച്ചു. അങ്ങനെ രാജകുമാരിയുമായിട്ടുള്ള വിവാഹം 1 മാസം കഴിഞ്ഞുള്ള ശുഭമുഹൂർത്തത്തിൽ നടത്താൻ തീരുമാനിച്ചു. എന്നാൽ വിവാഹത്തിന് മുമ്പ് തന്നെ തന്ത്രശാലിയായ കുമ്പള രാജാവ് കോട്ടയത്തും കുറുമ്പനാടും വാഴുന്ന ക്ഷത്രിയ രാജാക്കന്മാരെ വിവരമറിയിക്കുകയും അവരുടെ പട്ടാളത്തോടുകൂടി പൂതാടി കോട്ടയ്ക്ക് ചുറ്റും വന്ന് ഒളിച്ചിരിക്കാൻ രഹസ്യമായി ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. ക്ഷത്രിയ ആചാരപ്രകാരമുള്ള വിവാഹമായതിനാൽ വിവാഹത്തിൽ പങ്കെടുക്കുന്ന പടയാളികളോ ബന്ധുക്കളോ നാട്ടുകാരോ അമ്പും വില്ലും കയ്യിൽ എടുക്കാൻ പാടില്ലെന്നും അതുകൊണ്ട് മുഹൂർത്തത്തിനു മുമ്പ് എല്ലാവരും അമ്പും വില്ലും മറ്റായുധങ്ങളും ഒരു കുഴിയിലിട്ട് മൂടണമെന്നും വരൻ വേടരാജാവിനെ അറിയിച്ചു. അത് ഒരു ആചാരമായതിനാൽ വേടരാജാവിന് അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ വിവാഹ ദിവസമെത്തി. വേടരാജാവും കൂട്ടരും തങ്ങളുടെ രാജകുമാരിയുടെ വിവാഹത്തിന്റെ സന്തോഷത്തിൽ മതിമറന്നു. ക്ഷത്രിയ ആചാരപ്രകാരമുള്ള വിവാഹമായതിനാൽ വിവാഹ മുഹൂർത്തത്തിൽ വാദ്യഘോഷം മുഴക്കാൻ കുമ്പള രാജാവ് ഒരു ഏറാടി യുവാവിനെ ഏർപ്പാട് ചെയ്തിരുന്നു. മുഹൂർത്തമെത്തി. ഏറാടി യുവാവ് വാദ്യഘോഷം മുഴക്കി. പക്ഷേ ആ വാദ്യഘോഷം ഒരു വിവാഹ മുഹൂർത്തം അറിയിക്കുന്ന അറിയിപ്പായിരുന്നില്ല. മറിച്ച് പൂതാടി കോട്ടയ്ക്ക് അടുത്തുള്ള രഹസ്യ സങ്കേതങ്ങളിൽ ഒളിച്ചിരുന്ന കോട്ടയം കുറുമ്പനാട് രാജാക്കന്മാരുടെ പടയാളികൾക്ക് വേടരെ കടന്നാക്രമിക്കാനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു. പെട്ടെന്ന് ഒളിച്ചിരുന്ന നായർപ്പട വേടരാജാവിനെയും പടയാളികളെയും വളഞ്ഞു. തങ്ങളുടെ രാജകുമാരിയുടെ വിവാഹ ചടങ്ങിൽ മതിമറന്ന് സന്തോഷത്തിൽ ആറാടിക്കൊണ്ടിരുന്ന വേടപ്പടയുടെ മേൽ വാളും പരിചയമായി എത്തിയ നായർപ്പട ചാടി വീണു. അപ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ കൊടും ചതിയെക്കുറിച്ച് രാജാവും വേടപ്പടയും തിരിച്ചറിയുന്നത്. നിരായുധരായ വേടരെയും അവരുടെ പ്രിയപ്പെട്ട വേടരാജാവിനെയും നായർപ്പട നിഷ്കരണം അരിഞ്ഞു വീഴ്ത്തി. പലരും പ്രാണരക്ഷാർത്ഥം 4 ഭാഗത്തേക്കും ഓടിപ്പോയി. കുറെ പേർ തടവുകാരായി പിടിക്കപ്പെട്ടു. നായർ പട്ടാളം എല്ലാം തകർത്തെറിഞ്ഞു. അങ്ങനെ വടക്കൻ വയനാട് കോട്ടയം രാജാവിനും തെക്കൻ വയനാട് കുറുമ്പനാട് രാജാവിനും വീതിച്ചു കൊടുത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ, എല്ലാം തകർത്തെറിഞ്ഞപ്പോഴാണ് കുമ്പള രാജാവിന് വേടരാജാവിനോട് പറഞ്ഞ വാക്ക് ഓർമ്മ വന്നത്. അങ്ങനെ കുമ്പള രാജാവ് വേടരാജകുമാരിയെ ഒരു നന്ദില്ലത്ത് നമ്പ്യാരെ കൊണ്ട് വിവാഹം ചെയ്യിച്ചെന്നാണ് ഐതിഹ്യം പറയുന്നത്. വേടൽ കുറെ പേർ കാടുകളിലും മലകളിലേക്കും ഓടിയൊളിച്ചു. സ്വാതന്ത്ര്യം കൊതിച്ച അവർക്ക് ജീവിതത്തിന്റെ മറ്റെല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടാലും സ്വതന്ത്രരായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. തങ്ങൾ ഓടിമറഞ്ഞ കാടിൻ്റെ ഉള്ളറകളിലും
മലകളിലും അവർ സ്വാതന്ത്ര്യം കണ്ടെത്തുകയും ചെയ്തു.